സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന പാരീസിൽ നിന്നുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലോകം ന്യൂ ഇയറിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും ബിസിയാണ്. ആ കൗണ്ട് ഡൗണോ അതിനു ചുറ്റുള്ള ഫയർ വർക്ക്സോ ആസ്വദിക്കുന്നതിലോ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിലുള്ള തിരക്കിലല്ല, പകരം അതൊക്കെ ഫോട്ടോയോ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് ആൾക്കാർ. ഇപ്പൊ സ്മാർട്ട് ഫോൺസ് ഇത്ര പോപ്പുലർ ആവുന്നതിന് മുൻപ് നമ്മൾ ഓരോ മൊമെന്റ്സും ആസ്വദിച്ചിരുന്ന അത്ര ഇപ്പം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ ഇപ്പം നമ്മുടെ നാട്ടിലൊരു സ്കൂൾ ആനിവേഴ്സറി പ്രോഗ്രാം അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഡിയൻസിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആളുകൾ ആ ഒരു മൊമെന്റ് റിയൽ ആയിട്ട് ആസ്വദിക്കുന്നതിലോ അതിൽ എൻഗേജ്ഡ് ആവുന്നതിനോ പകരം ഒരു പക്ഷേ ഇനി ജീവിതത്തിൽ ഒരിക്കലും പോലും തുറന്നു നോക്കാൻ പോലും ചാൻസ് ഇല്ലാത്തൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോണിന്റെ സ്ക്രീനിൽ കണ്ണുകൾ എൻഗേജ്ഡ് ആയിരിക്കും. ഒരു പക്ഷെ അത് വേറെ ആൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കാം. ആ മൊമെന്റിൽ ഇല്ലാത്ത ഒരാള് 5 ഇഞ്ച് സ്ക്രീനിൽ ആ ഒരു മൊമെന്റ് വീഡിയോ കാണുന്നതും അവിടെ ഉണ്ടായിട്ടും ആ മൊമെന്റ് ആസ്വദിക്കാതെ ക്യാമറയിൽ നോക്കി നിന്ന ഒരാളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് 1-2 ഫോട്ടോസ് എടുക്കുന്നതിനെ പറ്റിയല്ല സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആയിരക്കണക്കിന് ഫോട്ടോസ് ക്യാമറയിൽ പതിപ്പിക്കുന്നതിന് പകരം 1-2 ജീവനുള്ള മൊമെന്റ്സ് എങ്കിലും നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാനല്ലേ നോക്കേണ്ടത്. ഈ ഫോണിന്റെയും ക്യാമറയുടെയും ഒക്കെ അതിപ്രസരം കാരണം പല മൊമെന്റ്സിന്റെയും ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ?